ആർക്ക് ഈ സാധനം വേണ്ട? മൺപാത്രം വരെ വാങ്ങാൻ കരുതിയിട്ട് ആൾക്കാരുടെ വീട്ടുപാത്രം ചിലവാകും. ഏതെങ്കിലും അമ്പലങ്ങളിൽ അത്യാവശ്യം ഉണ്ടാവും, സാധനം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ പണിത് ഭൂരിപക്ഷം ആളെ വിട്ടുപോയി ആ സമയത്ത്. കുഞ്ഞിമംഗലം തറവാട് എന്നറിയപ്പെട്ടിരുന്ന ഒരു നമ്പൂതിരി കുടുംബം ഗ്രാമ നേതാക്കളായിരുന്നു എന്നതാണ് കുഞ്ഞിമംഗലത്തിന്റെ ഉത്ഭവത്തിന്റെ പ്രാദേശിക ഐതിഹ്യം. സ്വീകാര്യമായ രീതിയിൽ അവർ ഗ്രാമം ഭരിച്ചുവെങ്കിലും കുടുംബ പരമ്പര അവസാനിച്ചതോടെ അമ്മയും മകനും മാത്രമേ അവശേഷിച്ചുള്ളൂ. ഒരു ദിവസം അമ്മയും മകനും മരിച്ചുപോയ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാവേരി നദിയിൽ പോയി. ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോൾ ഗടിക്കുഴി കുന്നുകളിൽ നിന്ന് ചിറക്കൽ പട്ടണത്തിലെ ഭരണാധികാരിയുടെ ചില പടയാളികൾ കുഞ്ഞിമംഗലം പിടിച്ചെടുക്കുന്നത് അവർ കണ്ടു. അമ്മയും മകനും അവരുടെ ജീവിതം തീയിൽ അവസാനിപ്പിച്ചു. തറവാട് ഉള്ള സ്ഥലത്ത് നാട്ടുകാർ കുഞ്ഞിമംഗലം മോളം എന്ന ഒരു ക്ഷേത്രം നിർമ്മിച്ചു. കൂടാതെ ശത്രുക്കൾ പിന്തുടരുമ്പോൾ ഒരു ഭരണാധികാരി തന്റെ ആഭരണങ്ങൾ മറയ്ക്കാൻ ആഗ്രഹിച്ചതായി സമീപകാല ചില കെട്ടുകഥകൾ പറയുന്നു. അവൻ ഈ സ്ഥലത്തെത്തി അത് മറയ്ക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി. കുഞ്ഞി മൺകലം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ മൺപാത്രത്തിൽ അവൻ തന്റെ ആഭരണങ്ങൾ ഒളിപ്പിച്ചു. വർഷങ്ങളോടൊപ്പം കുഞ്ഞി മൺകലം കുഞ്ഞിമംഗലം ആയി മാറി. കേരളത്തിന്റെ വടക്ക് ഏഴുമലയുടെ താഴ്വാരത്തിലാണ് കുഞ്ഞിമംഗലം, കണ്ണൂർ ജില്ലയിൽ. ലോക പ്രശസ്തമാണ് ഈ ഗ്രാമം. വെങ്കല ശില്പ നിർമ്മാണമാണ് ഈ ഗ്രാമത്തെ ലോക പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. ദേവീദേവന്മാർ വെങ്കലത്തിലൂടെ മൂശാരിമാരുടെ കൈകളിലൂടെ പിറന്നു വീഴുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തും. ഇന്നും പാരമ്പര്യ തൊഴിൽ കൊണ്ടു നടക്കുന്ന ചുരുക്കം ചില വിഭാഗക്കാരിൽ ഒരു വിഭാഗമാണ് കുഞ്ഞിമംഗലത്തുള്ളത്. പൈതൃക ഗ്രാമം എന്ന പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. 900-ലധികം വർഷം പഴക്കമുള്ള ഈ കല തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2018 സംസ്ഥാന സർക്കാർ മണിയോളി ശില്പകലയെ പൈതൃക കലയായും കുഞ്ഞിമംഗലത്തെ പൈതൃക ഗ്രാമമായും പ്രഖ്യാപിച്ചു. പെരുമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം വെങ്കലത്തിലോ മണിലോഹത്തിലോ ഉള്ള ജോലികളിൽ വൈദഗ്ധ്യം നേടിയ മൂശാരികൾ എന്നറിയപ്പെടുന്ന കരകൗശല വിദഗ്ധരുടെ ആവാസ കേന്ദ്രമാണ്. അത്രയും സമയം അതിനെ ഹീറ്റാവാതെ നിൽക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സാധനത്തിനൊക്കെ വെയിറ്റ് വരുന്നത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചൂളി പോലത്തെ സാധനമായിരിക്കും. ഒരു 100 വെളിച്ചെണ്ണ 1 മണിക്കൂർ കത്തും, നമ്മുടേത് 10 മണിക്കൂർ കത്തും. അപ്പോൾ ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ക്രമപ്രകാരം ഉണ്ടാക്കുന്നത്, വെറുതെ ഇങ്ങനെ ആക്കി വിടുന്നതല്ല. കരകൗശല വിദഗ്ധർ ഈ വിഗ്രഹങ്ങളും വിളക്കുകളും മറ്റ് പുരാവസ്തുക്കളും യന്ത്രങ്ങളില്ലാതെ നിർമ്മിക്കുന്നു. പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട 900 വർഷം പഴക്കമുള്ള കലയിൽ അവരുടെ സമാനതകളില്ലാത്ത വൈദഗ്ധ്യമാണിവരുടേത്. ഇരുമ്പ്, ചെമ്പ്, പിച്ചള, വെങ്കലം, വെള്ളി, സ്വർണം തുടങ്ങിയ ലോഹങ്ങളിൽ കുഞ്ഞിമംഗലത്തുകാരുടെ സർവ്വമികവിൽ വെങ്കലം എന്ന ലോഹക്കൂട്ട് ആത്മീയതയുടെ ദിവ്യത്തിലേക്ക് ഉയർത്തപ്പെടും. വിഗ്രഹങ്ങൾ മാത്രമല്ല, വിളക്കുകൾ, പാത്രങ്ങൾ, കിണ്ടി, മണി തുടങ്ങിയ വൈവിധ്യമാർന്ന അമൂല്യ രൂപങ്ങൾ ഇവിടെ വാർത്തെടുക്കപ്പെടും. വിഗ്രഹങ്ങളിലേക്കുള്ള നിർമ്മാണ യാത്ര എളുപ്പം സംഭവിക്കാവുന്ന ഒന്നല്ല. ഏറെ കഠിനമാർന്ന ശ്രമങ്ങളുണ്ട് അതിനു പിന്നിൽ. വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിന് ചില ചുറ്റുവട്ടങ്ങളുണ്ട്, ധ്യാന ശ്ലോകങ്ങളും ഉണ്ട്. ദേവിയുടെ വിഗ്രഹം ദശതാളത്തിലും ദേവന്റെ വിഗ്രഹം നവതാളത്തിലും കൃഷ്ണന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങൾ പഞ്ചതാളത്തിലും ചെയ്യുന്നു.
ശില്പനിർമ്മാണത്തിന് ജാതിയും മതവുമില്ല കുഞ്ഞിമംഗലത്തുകാർക്ക്. പള്ളിയിലേക്ക് വേണ്ടി ഒട്ടേറെ താഴികക്കുടവും വിളക്കുകളും നിർമ്മിച്ചിട്ടുണ്ട് കുഞ്ഞിമംഗലത്തെ ശില്പികൾ. വടക്കേ മലബാറിന്റെ സ്വന്തം ആരാധനമൂർത്തികളായ തെയ്യങ്ങളുടെ ചിലമ്പ്, തലപ്പാളി, മാർവട്ടം, വാൾ തുടങ്ങിയ ആയുധങ്ങൾ വെള്ളോട്ടിയിൽ നിർമ്മിക്കുന്നത് കുഞ്ഞിമംഗലത്ത് നിന്ന് തന്നെ. കുഞ്ഞിമംഗലം ദേശത്തെ ഓരോ വീട്ടിലും 1-2 ശില്പിമാരുണ്ട്. വിദേശികളും വിദ്യാർത്ഥികളും കലാതൽപരുടെയും നിരന്തര സന്ദർശനം ദേശം കൂടിയാവുന്നു കുഞ്ഞിമംഗലം. പ്രകൃതിയിൽ നിന്നാണ് ശില്പങ്ങൾ ഉണ്ടാവുന്നതെന്ന് കുഞ്ഞിമംഗലത്തെ ശില്പികൾ പറയുന്നു. പ്രകൃതിയിൽ നിന്നാണ് രൂപവും ആകൃതിയും ലഭിക്കുന്നത്. ുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകത്തിലും ഈ കുഞ്ഞിമംഗലത്തെ ഈ ക്രാഫ്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. നമ്മൾ വളരെ ഏറ്റവും താഴെത്തട്ടിൽ ഇവിടെ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് വീടുകളിലും പാചകം ചെയ്യാൻ ആവശ്യമായ പാത്രങ്ങൾ, വെള്ളം സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കിണ്ടി, മറ്റേ ലോഹം പോകുമ്പോൾ ഇതൊക്കെ അതിൽ ഉരുകി ചേരും. അതിനേക്കാളും ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഉരുകുന്നതായതുകൊണ്ട് ലോഹം പോകുമ്പോൾ ഇതെല്ലാം അതിൽ ഉരുകി അതിലേക്ക് ചേരും. എനിക്ക് ഇത്ര പേർ ഏജ് ആയിട്ട് ഇതിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് പണിയിലേക്ക് പോവാം. പിന്നെ ഒരുപാട് ടെക്നോളജി ഒക്കെ ഉള്ള ഒരു മേഖലയിൽ മനസ്സിലാക്കിയാൽ നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും നമ്മളെ ആ ബ്രെയിൻ അനുസരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് എല്ലാവർക്കും ആർക്കിടെക്ചറൊക്കെ എല്ലാവർക്കും നല്ലതാണ്. ഏത് കുലത്തൊഴിലായാലും അതിൻ്റെ ബേസിക്കിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ആവാം. പ്രകൃതിയിൽ നിന്ന് ഉണ്ടായി പ്രകൃതിയിൽ ഇല്ലാതാവുന്ന അതിമ ദർശനം ഉൾക്കൊണ്ട് പുറം ലോകത്തിനു മുന്നിൽ പറയാതെ പറഞ്ഞുകൊണ്ട് അവർ രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ വെങ്കല പൈതൃക ട്രസ്റ്റും ബെൽ മെറ്റൽ ക്ലസ്റ്ററുകളും രൂപീകരിച്ചിട്ടുണ്ട് കുഞ്ഞിമംഗലത്ത്. പ്രകൃതിയിൽ നിന്നാണ് ശില്പങ്ങൾ ഉണ്ടാവുന്നതെന്ന് കുഞ്ഞിമംഗലത്തെ ശില്പികൾ പറയുന്നു. നമ്മൾ ഈ കാസ്റ്റിംഗ് നമ്മൾ ആരംഭിക്കുക ഏർലി മോർണിംഗ് ആണ്. ഏതാണ്ട് ഒരു പുലർച്ചെ 4 മണിക്ക് തുടങ്ങാം. ഈ സമയത്തല്ല, അപ്പോൾ 4 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ ഇതിങ്ങനെ തിരിക്കാൻ വേണ്ടി ഒരാൾ വേണം. ചിലപ്പോൾ നമ്മുടെ മദറായി, മറ്റ് ഇപ്പോഴത്തെ ബോൾഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം, ഇവിടെ ഫാദറായി. പിന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കത്തിക്കാനൊക്കെ വേണം. അപ്പം എൻ്റെ ബ്രദറോ ഒക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇതിങ്ങനെ ആ ഒരു കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് പോകും. കമ്മ്യൂണിറ്റിയുടെ സമീപത്തായി ഒരു എക്സ്പീരിയൻസ് സെന്റർ രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്ന ഒരു സൈറ്റ് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിറ്റിയെ സേവിക്കുകയും അവരുടെ വിശിഷ്ടമായ കരകൗശല പാരമ്പര്യത്തെക്കുറിച്ച് അവബോധം നൽകുകയും ചെയ്യും. ഈ ആർക്കിടെക്ചർ ഡോക്യുമെന്റേഷനും തിരഞ്ഞെടുത്ത ഡിസൈൻ പ്രോജക്റ്റുകളും ഗ്രാമഭരണാധികാരികളുമായും മൂശാരി സമുദായ അംഗങ്ങളുമായും സംവേദനാത്മക പങ്കാളിത്ത പ്രദർശനത്തിനായി കുഞ്ഞിമംഗലത്തേക്ക് തിരികെ കൊണ്ടുപോകും. ഡോക്യുമെന്റേഷൻ, ഗവേഷണം, പങ്കാളിത്ത ഡിസൈൻ സമീപനം എന്നിവയിലൂടെ
ആർക്കിടെക്ചറിന് വഹിക്കാനാകുന്ന അവിഭാജ്യ പങ്കിനെക്കുറിച്ച് എല്ലാവരെയും ബോധവൽക്കരിക്കുക എന്നതാണ് കുഞ്ഞിമംഗലത്ത് ഈ റൂറൽ സ്റ്റുഡിയോ ലക്ഷ്യമിടുന്നത്.